ഈ ലൊക്കേഷന് പറ്റിയ ആൾക്കാരെന്ന് വെച്ചാൽ പടത്തിൽ പറ്റിയ ആൾക്കാർ ആശാനും ശിഷ്യന്മാരുമാണ്. ആ ക്ലാവറിനെയും ആശാനെയും ശിഷ്യന്മാരെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ലൊക്കേഷന് പറ്റിയ ഈ ക്ലാബറും ആശാനും എന്ന് പറയുന്ന ഒരു സംഭവം ഇല്ല. കൊള്ളിയാനും ക്ലാബറും ആശാനും ആണോ ഉദ്ദേശിക്കുന്നത്? അതെ 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 സാർ. അതെ. അവരെങ്ങനെയാണ് അവരുടെ സംഭവങ്ങളൊക്കെ? അവർ ഈ കായലോരം ഇതൊക്കെ പറ്റിയ സീനുകളൊക്കെ എടുക്കാൻ പറ്റിയ ആൾക്കാർ അവർ തന്നെയാണ്. ഇപ്പം അതിനെക്കുറിച്ച് ഇപ്പം നമുക്ക് സംസാരിക്കാം. ഞാൻ ഇതൊന്ന് നോക്കട്ടെ. ഇതിപ്പം ഈ ലൊക്കേഷൻ തന്നെയാ നമുക്ക് അത് നമ്മൾ ഉദ്ദേശിക്കുന്നതാണ്. നമ്മളെ കഥയും കഥാപാത്രങ്ങളും ഒക്കെ ഇത് തന്നെ. ഓക്കെ, എന്നാ അങ്ങോട്ടൊന്ന് നോക്കാം. വളരെ മനോഹരമായ ഒരു ലൊക്കേഷനാണിത്. പക്ഷെ നമ്മൾ ഈ കഥാപാത്രങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞ അവർ തന്നെയാണോ ഉദ്ദേശിക്കുന്നത്? ആശാനും ശിഷ്യന്മാരും കൊള്ളിയാനും ആശാനും ആ കഥാപാത്രങ്ങൾ നല്ല ഇതായിട്ട് അവരെയല്ലേ നമ്മൾ നേരത്തെ ഇതിലൊക്കെ കണ്ടത്. അവർ ഏത് പ്രകൃതിയായിട്ട് ഏത് പൊരുത്തപ്പെട്ട് അഭിനയിക്കുന്ന ആൾക്കാരാണ്. ജീവിതത്തിൽ തന്നെ അഭിനയിച്ചില്ല. കണ്ടെടുത്തോളം ഞാൻ വിചാരിക്കുന്നതിൽ നമ്മുടെ ശിക്കാരി ശംഭുവിന്റെ ഒരു കഥാപാത്രമായിട്ടൊക്കെ എനിക്ക് തോന്നി. പക്ഷെ അവരെയാണ് എനിക്ക് ആവശ്യം. ആശാൻ ഏത് കഥാപാത്രം ചെയ്യാൻ പറ്റിയതാണ്. ഏത് ആപത്ഘട്ടങ്ങളിൽ ഉള്ള കഥാപാത്രങ്ങളായാലും ഈ കായലോരത്തായാലും കാര്യത്തിനായാലും ചെയ്യാൻ പറ്റിയ കഥാപാത്രമാണ്. അതിനൊപ്പം ഈ മണ്ടത്തരങ്ങൾ കാണിക്കാനായിട്ട് ഈ ശിഷ്യന്മാരും ഓട്ടോമാറ്റിക്കലി അവർ മണ്ടന്മാരാണോ? ആക്ച്വലി മണ്ടന്മാരാണ്. അങ്ങനെയുള്ള ആൾക്കാർ തന്നെ അവര് മൊത്തം കാണിക്കുന്നത്. അങ്ങനെയുള്ളവരെ തന്നെ നമുക്ക് വേണ്ടത്. പക്ഷെ അവരെ എങ്ങനെ ഒന്ന് കോണ്ടാക്ട് ചെയ്യാൻ പറ്റും? കോണ്ടാക്ട് ചെയ്യാനുള്ള നമ്പർ എന്റെ കയ്യിലുണ്ട്. ഉണ്ടോ? സാറിന് അത് ഞാൻ തരാം. നമ്പർ ഓൾറെഡി വാട്സപ്പ് ചെയ്തിട്ടുണ്ട്. വാട്സപ്പ് ചെയ്തിട്ടുണ്ട്. അത് എടുത്തിട്ട് സാറിന് വിളിച്ച് കോണ്ടാക്ട് ചെയ്യും. അത് കഴിഞ്ഞിട്ട് അവരെ പോയി നേരിട്ട് പോയി കാണാം. ഓക്കെ. കൊള്ളിയാനും ക്ലാബറും ആശാനും അല്ലേ? എന്തൊക്കെയുണ്ട് വിശേഷം? എന്തിനാ പഠിക്കുന്നത്? ബിടെക് തന്നെ. എവിടെയാ പഠിക്കുന്നത്? UK കോളേജ്, എഞ്ചിനീയറിംഗ് കോളേജ്. ഓക്കെ. അനിയ, നമ്മളെ ഇവിടെ ഒരു കക്ഷിയുടെ വീടൊന്ന് അന്വേഷിക്കാനാണ് വന്നത്. അതായത് കൊള്ളിയാനും ക്ലാവറും ആശാനും എന്ന് പറയുന്ന ഒരു കുറേ ചാനലിലൊക്കെ വലിയ ഒരു സംഭവമൊക്കെ ആയിട്ട് നിൽക്കുന്ന ഒരു പാർട്ടിയാണ്. അദ്ദേഹത്തിന്റെ വീട് അറിയോ? ഇവിടുന്ന് കുറച്ച് ദൂരെ പോകണം. ഇവിടുന്ന് എങ്ങോട്ട് പോകണം? പണ്ട് എൻ്റെ അവിടെ പഠിച്ച കൂട്ടുകാരൻ്റെ വീടുണ്ട്. അതൊന്നും അടുത്താണ്. ഇവിടുന്ന് ഇവിടുന്ന് നേരെ പോയിട്ട് ലെഫ്റ്റ് അല്ല സോറി ലെഫ്റ്റ് പറഞ്ഞുതരാം. അവിടെ തന്നെയാണത്. ഓക്കെ. ഫോൺ ഒന്ന് എടുത്തേ. അവരെ വിളിച്ചിങ്ങ് തരണേ. ഹലോ. നമ്മുടെ ഈ ചാനലിലൊക്കെ കാണുന്ന ആശാൻ എന്ന് പറയുന്ന പാർട്ടിയാണോ? അതെ അതെ അതെ. ഞാനേ ഒരു സിനിമ ഡയറക്ടറാണ്. അപ്പോൾ നമ്മളെ നിങ്ങളുടെ ഒരു ഇൻ്റർവ്യൂ നമുക്ക് വേണമായിരുന്നു. ഒരു സിനിമയിലേക്ക് ഒരു ചെറിയൊരു ചാൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് പേര് നിങ്ങളെ കുറിച്ച് നല്ല അഭിപ്രായമാണ് പറഞ്ഞു. ആശാനും ശിഷ്യനും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു സിനിമയിലേക്ക് ഒരു ചെറിയൊരു വേഷമുണ്ട്. അത് വേഷം ചെയ്യാനായിട്ട് ഇതിനിടയ്ക്ക് നമ്മുടെ പ്രൊഡ്യൂസർ വിളിച്ചായിരുന്നു. അത് തന്നെ. അപ്പോഴും എവിടെയുണ്ട് ഇപ്പൊ വീടൊക്കെ ചോദിച്ചപ്പോൾ ഒരു കക്ഷിക്കാരെ നമ്മളടുത്ത് ഇങ്ങനെ പറഞ്ഞിരുന്നു. വീടും ലൊക്കേഷനൊക്കെ നമുക്ക് മനസ്സിലായി. നമ്മൾ അങ്ങോട്ട് വരികയാണ്. ലൊക്കേഷൻ അയച്ചു തരാൻ പറയും. ആ ലൊക്കേഷൻ അത് ലൊക്കേഷൻ അയച്ചു തരാൻ പുള്ളിക്ക് അറിയത്തില്ല. അടുത്ത ശിഷ്യന്മാർക്കെങ്കിലും അറിയാമെങ്കിലും ഇല്ല. ഓക്കെ. നമ്മള് ചോദിച്ച് അങ്ങ് വന്നോളാം. ഇപ്പൊ മനസ്സിലായി. ഏകദേശം ഒരു 1-2 പാർട്ടിക്കാർ ഇങ്ങനെ പറഞ്ഞു തന്നായിരുന്നു. അപ്പോൾ അതനുസരിച്ച് അങ്ങ് വന്നോളാം. അപ്പോൾ നിങ്ങൾ 3 പേരും ഉണ്ടല്ലോ? ഒരുമിച്ച് കാണും. എപ്പോഴും ഒരുമിച്ചാണ്. ഓക്കെ. അപ്പോൾ നമ്മളിപ്പോൾ ഒരു അരമണിക്കൂറിനുള്ളിൽ അവിടെ എത്തിക്കോളാം. ഓക്കെ, താങ്ക് യു. ഇടയ്ക്ക് വാടയ്ക്ക് പിരിച്ചിട്ടാണ് ഇതൊക്കെ. ഇതെങ്ങനെ ഇത്? ഇതൊക്കെ വലിയ പാട് തന്നെ.
എന്റെ പൊന്നാശാന ഇത് എന്തരുത് എന്റെ ജീവിതത്തിലാണ് ആശാൻ ഇത്രയും വിടുമ്പോഴായിട്ട് ഞാൻ ഉമ്മരട്ടെ എന്തൊരു പരിപാടി ആശാന ഇതൊക്കെ ഇട്ടുണ്ട്. എടാ നമ്മളെ സമയങ്ങളൊക്കെ തെളിഞ്ഞടാ. ഒരുത്ത എന്നെ ഇപ്പൊ വിളിച്ചായിരുന്നു സിനിമയിലൊക്കെ എന്തിനൊക്കെ കാണിക്കണമെന്ന് പറഞ്ഞൊക്കെ ഇപ്പൊ എന്നെ വിളിച്ച് അവന്മാര് പിന്നെ പറഞ്ഞ് എന്തര ലൊക്കേഷൻ കൊണ്ട് വരുന്നെന്ന്. എന്ത് സാധനം കൊണ്ടുവരുന്നു? പുതിയ എന്തര ഒരു സാധനമാണ്. അത് നമ്മൾ അടിച്ചിട്ടില്ല ആശാന സാധനം. അത് ഞാൻ അടിച്ചിട്ടില്ല. എനിക്ക് അവര് പറഞ്ഞു തൊട്ട് മനസ്സിലായതുമില്ല. എന്തരായാലും അവന്മാര് ലൊക്കേഷൻ എന്ന് പറഞ്ഞൊരു സാധനം കൊണ്ട് തന്നെ ഇങ്ങോട്ട് വരുന്നത്. ഒരു കാര്യം കേൾക്കണം കേട്ടോ. ഈ ഞാൻ തെങ്ങി കയറി തലകുത്തി മറിയുന്നത് നിങ്ങളെ ഞാൻ പഠിപ്പിച്ചായിരുന്നു. അത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അത് കഴിഞ്ഞ് വല എറിഞ്ഞപ്പോൾ ഞാൻ വലയുടെ കൂടെയൊക്കെ വീണ് അത് എല്ലാം കറക്റ്റ് ചെയ്ത് അതും ഞാൻ നിങ്ങളെ പഠിപ്പിച്ചു. അപകടം വരുന്നതും എല്ലാം ഞാൻ പഠിപ്പിച്ചായിരുന്നു. അത് അങ്ങനെ ഇരിക്കുമ്പോ ഇപ്പൊ വരുന്നത് വേറെ ടിസ്റ്റാണ്, വേറെ സിനിമാക്കാരന്മാരാണ് വരുന്നതെന്നാണ് പറഞ്ഞത്. അവന്മാര് സാധനം കൊണ്ടുവരിയത് മറ്റത് ലൊക്കേഷനെ അത് കൊണ്ടുവരും. അപ്പൊ അവന്മാര് വരുമ്പോ ഇരിക്കാൻ വേണ്ടിയിട്ട് 2 കസേര എടുത്ത് നമ്മൾ തയ്യാറാക്കി ഇടണം അവിടെ. ലൊക്കേഷൻ കൊണ്ടുപോകും ടേബിൾ വേണ്ടേ വെക്കാണ്ട്? ലൊക്കേഷന്റെ ടേബിളൊക്കെ വിടരെ അതൊക്കെ വന്നതിന് ഏട്ടൻ ജോപ്പാണ്. ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ മറ്റവരാ സാധനം ലൊക്കേഷൻ അത് കൊണ്ടുവരും അവര്. ചോപ്പ പച്ച വെള്ളയാണ് നമുക്ക്. പിന്നെ അവർ കൊണ്ടുവരുമ്പോ എനിക്ക് ഇത് മനസ്സിലായില്ല. സിനിമ എന്ന് പറഞ്ഞത് എനിക്ക് മനസ്സിലായി. അപ്പൊ ഒരു കാര്യം ചെയ്യാം, അവര് വരുമ്പോഴത്തേക്ക് 2 കസേരയൊക്കെ എടുത്തിടണം. അവർ എന്തൊരു ചോദിച്ചാലും ഒന്നും അറിഞ്ഞൂടെ എന്റെ ടീച്ചർമാര് പറയരുത്, എല്ലാം അറിയാമെന്ന് പറയണം. അഥവാ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്റെ കണ്ണിലോട്ട് നോക്കി അത് ബാക്കി ആ ചെയ്യാൻ ക്ലിയർ ചെയ്ത് തരാം. ബ്യൂട്ടിഫുൾ പ്ലേസ്. ഇതാണ് ആശാന്റെ വീട് അല്ലേ? ഇതാരെ ഞാൻ നോക്കട്ടെ. ഇവിടെ തന്നെ നമുക്കൊരു ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ആശാന്റെ വീട്ടിലോട്ട് പോവാം. ഓക്കെ നമുക്ക് പോവാം. പക്ഷേ ബ്യൂട്ടിഫുൾ പ്ലേസ്. പഴയ വീട് ഒരു ഇല്ല മാതിരി ഇല്ലേ ഇവിടെ. നമുക്ക് മറ്റേ ഇതങ്ങ് എടുത്താലോ? ആശാന്റെ ക്ലൈമാറ്റ് തന്നെ നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഒരു ഷോട്ട് അങ്ങ് ചെയ്യാം. ആശാന്റെ ശത്രുക്കളെ വീടാണ്. ആശാനെ വെടിവെക്കാനായിട്ട് ഇരിക്കുന്ന ആൾക്കാരാണ് ഇത്. പിന്നെ വേണ്ട, ഈ വഴി വന്നാൽ തന്നെ അടി കിട്ടുമെന്ന് അറിയാൻ പറ്റത്തില്ല. നമുക്ക് മറ്റേ വഴി പോവാം. ഇതൊക്കെ എങ്ങനെ നാട്ടുകാർ പറഞ്ഞുള്ള അറിവാണത്. നാട്ടുകാർ ഡീറ്റെയിൽസ് ഒക്കെ എടുത്തായിരുന്നു. ഡീറ്റെയിൽസ് എടുത്ത് വരുന്ന വഴിക്ക് ഒരുപാട് കോൾ ചെയ്തല്ലോ. ആശാന്റെ വീടെന്ന് വിചാരിച്ചു ഭയങ്കര ബംഗ്ലാവായിരിക്കും. പക്ഷെ ഞാൻ ഭയങ്കര സെറ്റായിട്ടാണ് കണ്ടത് കേട്ടോ. ആശാനെ പോലീസും തിരക്കി വരത്തില്ല, നാട്ടുകാരും തിരക്കി വരത്തില്ല. ആശാ അത്രയും പ്രശ്നം ഈ വിജനമായ സ്ഥലത്തല്ലേ, ഇതിനകത്തല്ലേ, ഈ കാട്ടിനകത്തല്ലേ ആശാൻ താമസിക്കുന്നത്. എന്ത് വിഷയം ഉണ്ടെങ്കിലും മാനേജ് ചെയ്തോളൂ. ഓക്കെ ഓക്കെ. ആണോ വീട്? ഇതാണ് വീട്. എന്തായാലും പിടിച്ച സാറേ. സാർ ഓക്കെ. എന്തോന്നടേ ഇത്? ഇതാണ് ബംഗ്ലാവ്. ഇത് ആശാന്റെ ബംഗ്ലാവ്. ആശാന്റെ ബംഗ്ലാവ് ആണെങ്കിലും സ്റ്റെപ്പ് ഇല്ലാന്ന് പറയണ്ടേ? കണ്ണാടി വെച്ച് ഇരുട്ടായി പോയി. നോൺസെൻസ്. കൈ എന്തോ സംഭവിച്ചു. ഒന്ന് പിടിച്ചു കുറഞ്ഞു മതി. ആശാന്റെ വീടത്തില്ല. ഇനി കണ്ണാടിയൊക്കെ നേട്ട് മാറ്റിയല്ലോ. മനസ്സിലായോ? മനസ്സിലായി. ഫോൺ വിളിച്ചതല്ലേ? അതെ അതെ. എന്തോന്നടേ നമ്മളെ ഇത് ഗുണ്ടാ സെറ്റപ്പ് കണക്കുള്ളതല്ലേ? ആശാൻ വലിയ ഗുണ്ടാന്റെ കൊടുവളൊക്കെ ചാരി വെച്ചിരുന്നു. ഞാന് വർഷങ്ങളായിട്ട് ഇവിടെ താമസിക്കുന്നതാണ്. താമസിച്ചിട്ട് നിങ്ങൾ ഈ പുതക്കട്ടാന് കിടക്കത്തെ കണ്ണാടിയും വെച്ച് വന്ന് ഇവിടെ തട്ടിമറിഞ്ഞ് വീണിട്ട് നിങ്ങൾ എന്തൊക്കെയാ സംസാരിച്ചത്? ഞാൻ വർഷങ്ങളായിട്ട് ഇവിടെ താമസിക്കുന്നതാണ്. എന്നിട്ട് ഞാൻ ഇന്ന് വരെ തട്ടിമറിഞ്ഞ് വീണിട്ടില്ല, ഒന്നും വീണിട്ടില്ല. ആദ്യമേ ഈ കണ്ണ് കാണാൻ പറ്റാത്ത കണ്ണാടിയൊക്കെ എടുത്ത് മാറ്റിയിട്ട് കയറിപ്പോ. നിങ്ങൾ ഏത് സാറന്മാരായാലും ആ ശിഷ്യന്മാരെ ഒരു കാര്യം ചെയ്യ, കസേര ഇട്ടോട്ട് സാറന്മാരിരുന്ന് എന്തിനാ കാര്യമെന്ന് വെച്ചാൽ ഇവിടെ ഇരുന്ന് സംസാരിക്കട്ടെ. ആശാനെ ഇത് ഭൂതക്കണ്ണാടി അല്ല, ഇത് 1.5 ലക്ഷം രൂപയുടെ റൈമണ്ടിന്റെ ഗ്ലാസ്സാണ്. എത്ര ലക്ഷം രൂപ ആയാലും നേരിട്ട് കാണുന്ന കണക്ക് ഒരു സംഭവം വരത്തില്ല. ഇതൊക്കെ കണ്ണ് കാണാൻ വയ്യാത്ത കണ്ണാടിയൊക്കെ വെച്ച് ഇതെല്ലാം ഇതിന്റെ അപ്പുറം സംഭവിക്കും. ടീച്ചർമാരൊരു കാര്യം ചെയ്യ, കസേര ഇട്ടോട്ട് സാറന്മാരൊക്കെ എന്തിനാണ് സംസാരിക്കാനുള്ളതെന്ന് വെച്ചാൽ സംസാരിക്കും. ആശാനെ നോക്കി ഇങ്ങോട്ട് കയറി വന്നാണ്. പക്ഷേ സ്റ്റെപ്പ് ഉണ്ടെന്ന് വിചാരിച്ചാണ്. ഇവിടെ സ്റ്റെപ്പ് ഇല്ലല്ലോ. നിങ്ങൾ പറയുന്ന രീതിയിൽ സ്റ്റെപ്പ് അല്ലല്ലോ ഞാൻ എന്റെ ബംഗ്ലാവ് ചെയ്ത് വെച്ചേക്കുന്നത്. നിങ്ങൾ എന്റെ ആവശ്യത്തിന് വന്നു ആ കാര്യങ്ങൾ ഇരുന്ന് സംസാരിക്കും കേട്ടോ. ഹലോ ആശാനെ. ഹായ്. ആദ്യം ഈ കള്ളന്മാരണക്കുള്ള ഈ കണ്ണാടികളൊക്കെ അങ്ങ് പോയി, അത് കഴിഞ്ഞ് നമുക്ക് ഇരുന്ന് സംസാരിക്കാം. ആശാനെ പറഞ്ഞു. നമ്മളിപ്പോ ഒരു പുതിയൊരു സിനിമ ചെയ്യുന്നുണ്ട്. സിനിമയിലേക്ക് നിങ്ങളെ
ആൾക്കാരെ ശിഷ്യന്മാരെ അതിലേക്ക് ഒരു ഓഡിയേഷൻ ചെയ്യാൻ പോകുന്നു. വലിയ പാടാണ്. ശിഷ്യന്മാരെല്ലാം നല്ല ബിസിയാണ്, എപ്പോഴും ബിസിയാണ്. എന്നാലും നിങ്ങൾ കാര്യം പറയും, പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാം. ഓഡിയേഷൻ എന്ന് പറഞ്ഞാലേ, ഓഡിയേഷൻ എന്ന് പറഞ്ഞാൽ ചോദ്യം ചോദിപ്പും അതിന്റെ ഇന്റർവ്യൂ ഒക്കെയാണ്. അത് നമ്മൾക്ക് പാസ്സായാൽ നമ്മൾ അവരെ ഈ സിനിമയിലേക്ക് നമുക്ക് ചെയ്യാൻ പറ്റും. മോഹൻലാലും മമ്മൂട്ടിയൊക്കെ കാണിക്കുന്നതാണ്, കാണാം ഇതൊക്കെ. അതല്ല പിന്നെ എല്ലാ അഭ്യാസങ്ങളും പഠിച്ചതാണ് എന്റെ എല്ലാ ശിഷ്യന്മാരെ എല്ലാ രണ്ടുപേരെയും ഞാൻ എല്ലാ 18 അടവും പഠിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചോദിച്ചാലും അവരത് ചെയ്യും. നമ്മൾ ചെയ്യുന്ന സിനിമയുടെ റോളുകൾ ആശാന ശിഷ്യന്മാർക്ക് ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ഇത്ര റിസ്ക് എടുത്ത് ഈ വിജനമായ സ്ഥലത്ത് ഈ കൊടുങ്കാട്ടിൽ ആശാന നമ്മളെ ഗ്രൂപ്പില്ലാതെ നമ്മളത് ഓരോന്നോരോന്ന് നമ്മൾ ചെയ്യുന്നുണ്ട്. ആശാനെ ചോദിക്കുന്ന ആശാനെ നമുക്ക് സംസാരിക്കാനുള്ള അവസരം തരും. ആശാനെ സംസാരിച്ചോണ്ടിരിക്കും, നമ്മൾ കാര്യങ്ങൾ പറയട്ടെ, ആശാനെ മറുപടി പറഞ്ഞു. നിങ്ങൾ കാര്യങ്ങൾ പറയാനല്ലേ ഇവിടെ പറഞ്ഞത്, കാര്യങ്ങൾ പറയാം. ആശാനെ ശിഷ്യന്മാർക്ക് എല്ലാവിധ അടവുകളും പഠിപ്പിച്ചു കൊടുത്തെന്ന് പറയുന്നു. ആ അടവുകളൊക്കെ നമ്മളൊന്ന് പരിശോധിച്ചിട്ട് ഒരു ഇന്റർവ്യൂ മോഡല് നമ്മൾ ഇന്റർവ്യൂ നടത്തി. നിങ്ങൾ ഈ ഇന്റർവ്യൂ എന്ന് വെച്ചാൽ അത് എന്തിനാണ് വിഷയമെന്ന് എനിക്ക് മനസ്സിലായി. അത് പല സിനിമയിൽ തന്നെ പല പാവരസങ്ങളും കാണിക്കേണ്ടി വരും. അതെല്ലാം കൃത്യമായിട്ട് പറഞ്ഞു തരും. എങ്കിലും നമുക്കത് അവരെ എടുക്കണമെങ്കിൽ അവരുടെ അല്ല കഴിവ് നമുക്കറിയാം. ആശാനെ നമ്മൾ തമാശക്ക് വന്നതല്ല, ആശാനോട് നമ്മളൊരു സംവാദത്തിനോ അടിപിടിക്കോ ഒന്നും വന്നതല്ല. അങ്ങനെയല്ലേ നിങ്ങൾ ഈ പറയുന്നത് എനിക്ക് മനസ്സിലാവാത്തതുകൊണ്ടാണ് ചോദിച്ചത്. അവർ എടുക്കണമെന്നൊക്കെ പറഞ്ഞു. നമ്മളെ ഈ ഭാഷയിലെന്ന് പറഞ്ഞാൽ എടുക്കണമെന്ന് പറഞ്ഞ കുട്ടേശൻ പരിപാടിയൊക്കെയാണ് നമുക്കറിയാവുന്നത്. അത് എടുക്കണമെന്ന് ഉദ്ദേശിച്ചെങ്കിൽ നമ്മളെ ശിഷ്യന്മാരെ പൊക്കിക്കൊണ്ട് പോകുമെന്നാണ് ഉദ്ദേശിച്ചത്. ലൊക്കേഷൻ അയച്ചു തരാൻ പറഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് അതാണ് ചോദിച്ചത്. നിങ്ങൾ ഈ വന്നപ്പോഴേ ഞാൻ നോക്കുന്നത്, നിങ്ങൾ ഈ ലൊക്കേഷൻ കൊണ്ടുവരാന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഈ ലൊക്കേഷൻ എന്താണ് കൊണ്ടുവരാത്തത്? കാറിന്ന് എടുത്തോണ്ട് പോവാ. ആ നിൽക്കുന്ന സ്ഥലം, നിങ്ങളെ വീട് എവിടെയുള്ള ലൊക്കേഷൻ അത് അറിയാൻ വേണ്ടിയാണ്. എനിക്കറിയണ്ട, നിങ്ങൾ വരുമ്പോ എനിക്ക് ലൊക്കേഷൻ കൊണ്ട് തരാന്ന് പറഞ്ഞു. അത് ആദ്യം കൊണ്ടിവിടെ പോയി, അത് കഴിഞ്ഞിട്ടുള്ള കാര്യമൊക്കെ നമുക്ക് പിന്നെ സംസാരിക്കാം. ആദ്യം ലൊക്കേഷനെ കൊണ്ടിടിച്ച് ലൊക്കേഷൻ എന്ന ആശ ഉദ്ദേശിക്കുന്നത് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ പല സാധനം എടുത്തിട്ടുണ്ടെങ്കിൽ ലൊക്കേഷൻ എന്ന് പറഞ്ഞൊരു സാധനം മാത്രം നമ്മൾ അടിച്ചിട്ടില്ല. അപ്പൊ നിങ്ങൾ പ്രതീക്ഷയോടെ പറഞ്ഞ് ഈ ലൊക്കേഷൻ കൊണ്ട് തരാന്ന് പറഞ്ഞു. അപ്പം അതാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. എന്റെ പൊന്നാശാനെ ലൊക്കേഷൻ എന്ന് പറയുന്നത് സംസാരിക്കുന്നത് സാർ, ഇവിടെ കൊതുവ് തന്നെ കടിച്ചു വയ്യ. ഒരു വിമാനം കണക്ക് കൊതുകുകൾ അതെ ഈ സന്ധ്യ ആകുമ്പം കേരളത്തിലും കൊച്ചിയിലും എല്ലാ സാധനമാണിത്. ഇത് നിങ്ങളെ ചീമയെന്നൊന്നും ഇറങ്ങി വന്നൊന്നും അല്ലല്ലേ, നിങ്ങൾ ഈ കേരളത്തിൽ ഉള്ളല്ലേ. ഇത്തിരി കൊതുവൊക്കെ സന്ധ്യ ആകുമ്പോ കാണും. ആശാനെ ഇത് ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ നിന്ന സ്ഥലത്ത് നിന്ന് ടെലിഫോണിൽ നിങ്ങളുടെ സ്ഥലത്തിന്റെ മാപ്പ് എന്ന് പറയുന്ന സംഭവമുണ്ട്. അത് നമുക്ക് അയച്ചു തരുന്ന കാര്യമാണ് ലൊക്കേഷൻ. അതൊക്കെ അന്താരാഷ്ട്ര കാര്യങ്ങളൊക്കെ അവർ തീരുമാനിക്കും. നമുക്കൊരു തീരുമാനമുണ്ട്. നിങ്ങൾ ഈ പറഞ്ഞ ലൊക്കേഷൻ ഇവിടെ കൊണ്ടിട്ടാ അത് കഴിഞ്ഞിട്ടുള്ള കേസ് നമുക്ക് പിന്നെ ആലോചിക്കാം. ആദ്യം ഇവിടെ കൊണ്ട് ഇടിച്ചു പോയി, പിന്നെ ശിഷ്യന്മാരുടെ കാര്യം നമുക്ക് ആലോചിക്കാം. ഞാൻ ഭയങ്കര പ്രതീക്ഷയിൽ ലൊക്കേഷൻ ഇപ്പൊ കൊണ്ടുവരും എന്നും പറഞ്ഞ് ഇവിടെ ഇരിക്കുകയാണ്. ശിഷ്യന്മാരെ വിളിക്കും, സമയക്കുറവുണ്ട്. ഇപ്പം ആ ലൊക്കേഷൻ നമുക്ക് പിന്നീട് നമുക്ക് പിന്നെ തീർച്ചയായിട്ടും ക്ലാവർ മാത്രമല്ല കൊള്ളിയാലും ഉണ്ട്. ഇന്റർവ്യൂ എന്ന് പറഞ്ഞത് നമ്മൾ ഈ സ്കൂളിലൊക്കെ പോയി സർട്ടിഫിക്കറ്റ് മേടിക്കുന്നതിനൊക്കെയുള്ള പരിപാടിയല്ലേ. അതൊക്കെ പറക്ക്. ഇതൊക്കെന്ന് വെച്ച് പിന്നെ അങ്ങനെയാണ്. സന്ധ്യ ആവുമ്പോ കേരളത്തിൽ കൊതു കാണും. അല്ല ഇതേ കണക്ക് അത് കൊതു എത്തും. സമയം ഒത്തിരി കുറവുണ്ട്. അവരെ ഒന്ന് വിളിച്ചാൽ നമുക്ക് ചെയ്തിട്ട് ഒന്ന് പെട്ടെന്ന് പോകാമായിരുന്നു. പാടാണ്, എന്നാലും വിളിച്ചു നോക്കാം. കേട്ടാ വിളിക്കാം. നിങ്ങള് എന്താണ് ചോദിക്കാനുള്ളതെന്ന് വെച്ചാൽ എന്റെ മുമ്പ് വെച്ചാൽ എന്റെ ശിഷ്യന്മാരുടെ ചോദിച്ചാൽ അവർ ഏത് വീടെങ്കിലും അത് കാണിച്ചു തരും. എല്ലാം ഞാൻ പഠിപ്പിച്ചു കൊടുത്ത. നമ്മുടെ സിനിമയില് കുറച്ച് കരയുന്ന ഭാവമുണ്ട്, ഭയപ്പെടുന്ന ഭാഗമുണ്ട്. ഈ ഭാവരസങ്ങളെല്ലാം അവർ ഒന്ന് അഭിനയിച്ച് കാണിച്ചാൽ മതി. മറ്റ് സാഹസികതയെല്ലാം ആശാൻ ചെയ്താൽ മതി. അഭിനയിക്കുന്നതെല്ലാം അവര് ജീവിച്ച് കാണിക്കൂലേ. നിങ്ങൾ അതൊന്ന് കാണിച്ചു നോക്കുക. അവരത് ഇവരൊക്കെ എന്തോ ചോദിക്കണമെന്ന് പറഞ്ഞ ശിഷ്യൻ എന്തിനാണെന്ന് വെച്ചാൽ അവര് പറയുന്നതിന് അത് അനുകരിച്ച് അവര് പറയുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നോക്കിയിട്ട് അതനുസരിച്ച് ചെയ്തു കൊടുക്കണം. കേട്ടാ അവര് ചോദിക്കും. നിങ്ങളെ ചോദ്യം എന്തിനാണെന്ന്. ഹലോ, ഇങ്ങനെയൊക്കെ സുഖമാണോ? നമുക്കിപ്പോ ഈ സീനില് ഭയക്കുന്ന ഒരു രംഗമാണ് നമ്മൾ എടുക്കുന്നത്. ഭയപ്പാടെന്ന് പറഞ്ഞാൽ മനസ്സിലായ പേടി. അതായത് ഇയാള് ഒരു ഇടവഴിയെ കൂടെ ഇങ്ങനെ പോകുന്ന സമയത്ത് ഒരു നിഴലാട്ടം ഇങ്ങനെ അങ്ങ് പോയി. വീണ്ടും
ഒരു സ്റ്റെപ്പ് നമ്മളിങ്ങനെ നടന്നു. ആ നിഴലാട്ടം കാണുന്നില്ല. ഇത്തിരി കഴിഞ്ഞപ്പോ വീണ്ടും ഒരു നിഴലാട്ടം അങ്ങ് പോയി. അപ്പോഴ് ഒരു പിശാചാണെന്ന് നമ്മുടെ മനസ്സിൽ തോന്നി. അപ്പോഴ് ആ ഒരു ഭയപ്പാട് വരണം ആ രംഗത്തിൽ. അതാണ് നമ്മുടെ ഇങ്ങനെ ഒരു ഭയപ്പാട് നമ്മുടെ മുഖത്തിൽ വരണം. അത് ഒന്ന് കാണിക്കാവോ? ഭയമില്ല, ഭയപ്പാടില്ല. അതെന്ത് പേടിയില്ല? പേടിയില്ലേ? ആശാന്റെ കൂടെ നടന്ന് ഭയം നഷ്ടപ്പെട്ടായിരുന്നു. ഭയം നഷ്ടപ്പെട്ടു. എടോ ഇടേ എന്ത് വട ഇത്? ഒരിക്കൽ കൂടെ പറഞ്ഞുതരാം. മനസ്സിലായി. ഇടവഴി നടന്നു പോകുന്നു. ഒരു നിഴൽ പെട്ടെന്ന് ഇങ്ങനെ കടന്നുപോയി. ഭയപ്പാടില്ല, ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഭയപ്പാടില്ല, നമുക്ക് പറ്റിയ ക്യാരക്ടർ അല്ല. ഭയപ്പാടില്ല. ഒന്നും കൂടെ പറഞ്ഞു കൊടുക്കണം. ഇല്ല ഇല്ല, ഭയപ്പാടില്ല, ചിരിച്ചുകൊണ്ട് നിൽക്കുന്നില്ലേ? ഭയപ്പാടില്ല. നമുക്ക് അടുത്ത ആളിനെ വിളിക്കാം. ആശാന്റെ ആശാനെ എന്തോ വാടേ ആശാനെ, ഇയാളല്ലേ പറഞ്ഞ 18 അടവും പഠിപ്പിച്ചു എടുത്തു എന്നൊക്കെ, എന്നിട്ടും ചിരിച്ചോണ്ടാണ് ആശാന്റെ ശിക്ഷ നിൽക്കുന്നത്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് ശരിയാവൂടെ സാർ? ശരിയാവില്ല, ശരിയാവില്ല. ഭയപ്പാടില്ലെന്ന് ആര് പറഞ്ഞേ? എന്റെ സാറേ, ഈ വീട്ടിലെത്തിക്കേണ്ടേ? ശരിക്കും സാറാണ് ഭയന്ന് തോന്നുന്നത്. എന്തായാലും കൊറിയൻ പാസ്സാണ്. എന്താ ഭയം? എന്റെ ശിഷ്യന് ഞാൻ പറഞ്ഞതൊക്കെ മറന്നുപോയെന്നുണ്ട്. ഇപ്പൊ ഓർമ്മ വന്നാ? ആ, ഇപ്പൊ ഓർമ്മ വന്നാ? ആ, ഓർമ്മ ഇരിക്കണം. എന്തായാലും സാറേ, കൊല്ലിയൻ പാസ്സാണ്. കൊല്ലിയന്റെ അഭിനയം ഒറിജിനാലിറ്റി ഉണ്ട്. പക്ഷേ ഞാനേ ഇതുപോലൊരു ഏരിയയിൽ ഒരിക്കലും വരാൻ പാടില്ല. പക്ഷെ നമുക്ക് നല്ലൊരു ചാൻസ്. കൊള്ളിയാൻ പക്കയാണ്, അതാണ് നമുക്ക് വേണ്ടത്. ആ എക്സ്പ്രഷനാണ് നമുക്ക് വേണ്ടത്. ഓക്കെ. പക്ഷെ ആശാന് ഈ പഠിപ്പിച്ച ആശാന് വേണം ഒരു ഷേക്കൻ കൊടുക്കാൻ. ഒരാളെ എന്തായാലും കിട്ടിയല്ലോ. ഓക്കെ, അടുത്ത ആളിനെ വിളിക്കാൻ പറയും. ആശാനെ ക്ലാവറെന്ന് വിളിക്കും. അടുത്ത ശിഷ്യനെ വിളിക്കാൻ നിങ്ങൾ എന്തെന്ന് വെച്ചാൽ വിശദമായിട്ട് ചോദിച്ചോളൂ. താവറേ കേറി വാ, പൊടി പൊടി കേറി വേറെ. അതിന് എന്താണ് എന്റെ ശിഷ്യനോടൊക്കെ ചോദിക്കാനുള്ളത്? ക്ലാവറിന് ഇപ്പോൾ ഞാൻ തരാൻ പോകുന്ന വേഷം എന്ന് പറയുന്നത് ഒരു ഇമോഷണൽ വേഷം, ഇമോഷണൽ ആവുന്ന ഒരു വേഷം. ആ വേഷം എന്ന് പറയുന്നത് ക്ലാവറിന്റെ അച്ഛനും അമ്മയും പല കൊടൈക്കനാലിലോ പലയിടത്തും ഒരു ടൂർ പോകുന്നു. ഒരു വാഹനത്തിലാണ് പോകുന്നത്. അവിടെ ഒരു പെട്ടെന്നൊരു ആക്സിഡന്റ് ഉണ്ടായിട്ട് അച്ഛനും അമ്മയ്ക്കും അഗാധമായ ഒരു മരണം സംഭവിക്കുന്ന വാർത്ത ക്ലാവറിന്റെ ചെവിയിൽ അറിയുന്നു. അപ്പോഴ് ഈ അറിയുന്ന സമയത്ത് ക്ലാവറിന് ഉണ്ടാവുന്ന ആ ഒരു മാനസിക വിഭ്രാന്തിയിൽ വരുന്ന ഒരു ടെൻഷൻ അല്ലെങ്കിൽ ഒരു വിഷമം, അതാണ് നമുക്കിപ്പം ഇവിടെ കിട്ടേണ്ടത്. ആ ഒരു വിഷമം എങ്ങനെ, ആ ഒരു ടെൻഷൻ എങ്ങനെ ഉണ്ടാവുന്നു, അത് ആണ് നമുക്ക് ഈ ക്യാരക്ടറായിട്ട് നമുക്ക് കിട്ടേണ്ടത്. അതൊന്ന് ചെയ്ത് കാണിച്ചു തരണം. ഓക്കെ. എന്റെ അച്ഛനമ്മ കൊടൈക്കനാലിൽ പോയിട്ടില്ലല്ലോ, എനിക്ക് എന്റെ വിഷമം ഇല്ലല്ലോ. ഇതിനു മുമ്പ് എന്റെ അച്ഛനമ്മ മരിച്ചു പോയി, പിന്നെ എനിക്ക് എങ്ങനെ വിഷമം വരും? സാർ വേറെ ഡയലോഗ് പറ. എന്ത് പറയും? അച്ഛനും അമ്മയും കൊടൈക്കനാലിൽ പോയില്ലല്ലോ, എന്റെ അച്ഛനും അമ്മയും നേരത്തെ മരിച്ചു പോയല്ലോ, പിന്നെ എനിക്ക് എങ്ങനെ വിഷമം വരും എന്നുള്ള ചോദ്യമല്ലേ ഇത്? ഇത് എന്ത് ഇവിടെ ഇത്? അടുത്ത ചോദ്യം ചോദിക്കുക. അടുത്ത ഇനി എന്തോ അവന്റെ ഭാര്യ മരിച്ചു പോയാന്ന് ചോദിച്ചു. അവന് ഇമോഷണൽ വരുന്നില്ല. എങ്ങനെയാ ഇനി? ആ ആശാന വിളിയുടെ സോറി. ആശാനെ, ആശാനെ, എന്തു ആശാനെ? രണ്ട് ശിക്ഷ എല്ലാ പ്രകടനവും കാണിച്ചില്ലേ? ഇല്ല, ഒന്നും ചിരിച്ചോണ്ടിരിക്കും. എന്താടാ ശിക്ഷ? ഇവര് ചോദിച്ച എന്തിനാണെന്ന് ഒരു വിഷമം വരുന്ന ഒരു നിന്റെ കുറേ നാളത്തെ പൈസ, അതായത് ജോലി ചെയ്ത് സമ്പാദിച്ച കുറേ പൈസ, ആ പൈസ ഒരുത്തൻ റോബർ ചെയ്ത് കൊണ്ടുപോയി, മോഷ്ടിച്ച് കൊണ്ടുപോയി. അതെ.
കൊണ്ടുപോയി. ആ പൈസ മൊത്തം പോയപ്പോ നിനക്ക് ഭയങ്കര വിഷമാവൂ. ആ പൈസ ഒരുത്തൻ മോട്ടിച്ചു കൊണ്ടുപോയി എന്ന് നീ സങ്കല്പിക്കുക. അപ്പോഴും നിനക്കുണ്ടാവുന്ന വിഷമം ഒന്ന് മുഖത്ത് ആ ഫേസ് ഒന്ന് വരുത്താവോ? അതിന് ഇത്രയും കാലം ഞാൻ ഉണ്ടാക്കിയിട്ടില്ലല്ലോ, പിന്നെ എന്തിനു കൊണ്ടുപോവാൻ? എന്തുവാ ആശാനെ ഇത്? എല്ലാം പഠിപ്പിച്ച് 18 ആശാന്റെ ശിഷ്യന്മാര് റെഡിയായി എന്ന് പറഞ്ഞു. ഇപ്പൊ ഈ 3 പേരെ സീനാണ്. ഇപ്പൊ 2 പേരും ഓക്കെ ആയാൽ അത് മതിയല്ലോ നമുക്ക്. മതി മതി, രണ്ടുപേരും മതി. ഇത് ശരിയാവുമെന്ന് തോന്നുന്നില്ല ആശാനെ. ആശാൻ ഒന്ന് ശ്രമിച്ചു നോക്ക്. ആലോചിക്കട്ടെ. നിനക്ക് അത് കാണിച്ചിട്ടത് നിനക്ക് മനസ്സിലായത് ഞാൻ പഠിപ്പിച്ചൊന്നും നിനക്ക് മനസ്സിലായതുമില്ല അല്ലേ? നിനക്ക് ഇപ്പൊ സന്തോഷം വന്നോ? ഇതൊക്കെ മനഃപൂർവ്വം അല്ലടാ, അത് പൊട്ടിപ്പോയടാ. അത് കൈകൊണ്ടൊന്ന് ഇടിച്ചു നോക്കിയതല്ലടാ, അത് പൊട്ടിപ്പോയി. അത് കുഴപ്പമില്ലടാ, അവധിയാണെങ്കിലും നമുക്ക് വേറെ മേടിക്കാം. ഫ്ലവർ പാസ്. എന്താ അഭിനയം, എന്താ പാവരസം. ഫ്ലവർ പാസ് ഇത് മതിയേ? ഇത് മതി മതി. സെലക്ഷൻ. ആശാൻ, ഇതാണ് നമുക്ക് വേണ്ടത്. ആശാനും ശിഷ്യനും സെലക്ഷൻ. സെലക്ഷനായി. അപ്പൊ ഇനി എനിക്കൊരു അവസരം കൂടെ നിങ്ങൾക്ക് തന്നൂടെ ആശാനായിട്ട്? ആശാനെ ഫ്ലവർ 2 പേരുടെ ഫ്ലവറും കൊള്ളിയാണ് പാസ്. ആശാൻ അവസരമൊന്നും ഇല്ല. ആശാൻ അവസരമില്ല. ഇവര് പിന്നെ ഇനിയുള്ള അവസരത്തിൽ ആശാനെ നമുക്ക് പരിഗണിക്കാം. ഇപ്പോഴും ആശാൻ തന്നെ മുൻകൈ അല്ലേ? നമുക്കറിയില്ല. നമ്മളതിന് നമ്മളെ ബിസിനസ് അല്ല. ഇപ്പോഴും ആശാൻ മുൻകൈ ശിഷ്യന്മാര് ഇതിനെ വിട്ട് അല്ലേ? അപ്പോൾ ഇവര് പക്കാ സെലക്ഷൻ. ഓക്കെ, താങ്ക് യു. ഓക്കെ, പോട്ടാ. മറ്റേ ലൊക്കേഷൻ ലൊക്കേഷൻ അയച്ചു തരണം. അത് കിട്ടണം. ലൊക്കേഷനെ ലൊക്കേഷൻ തരണം.